കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ രാഷ്ട്രീയ നയം വെച്ച് നോക്കിയാൽ ഇത് രാഷ്ട്രീയമായി തെറ്റായ നടപടിയാണ് കേരളത്തിൽ സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാം. വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ്. അപ്പോൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറയുന്നത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ സന്ദേശം നൽകി. അതിന് അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ കിട്ടി. അപ്പോഴും മുസ്ലിം ലീഗ് കേരളത്തിൽ തീരുമാനിച്ച മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി അവിടെ വി ഡി സതീശനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിക്ക് ശേഷം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ സ്വീകരിച്ച ശക്തമായ നിലപാട് കൊണ്ടാണ് വി ഡി സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് എന്ന ഒരു പ്രതിച്ഛായ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ ഈ തീരുമാനങ്ങൾ എന്ന് സംശയിച്ചാൽ, അത് അങ്ങനെ ജനങ്ങൾ സംശയിച്ചാൽ, അങ്ങനെ ഒരു വിഭാഗം സംശയിച്ചാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. നോക്കൂ, ഈ ഒരു നിയമനം അത് വിവാദമാകില്ല, അത് ചർച്ചയാകില്ല എന്ന് അറിയാത്ത ആളല്ല വി ഡി സതീശൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ടാണല്ലോ AICC ജനറൽ സെക്രട്ടറിയെ പോലെ ശക്തനായ KC വേണുഗോപാലിനെ അടക്കം വെട്ടി കേരളത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വിവാദമാകണം, ഇത് ചർച്ചയാകണം എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ മുഖ്യമന്ത്രി എന്നൊരു പ്രതീതിയിൽ നിന്ന് പുറത്തു ചാടുക എന്നത് രാഷ്ട്രീയമായി വി ഡി സതീശനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നോക്കൂ, ആദ്യത്തെ വിവാദം ഉണ്ടാകുന്ന ഇവിടെയാണ്. വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനായി ചൊല്ലിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ആ വിവാദത്തിൽ വി ഡി സതീശൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനൊരു പ്രതികരണം നൽകുന്നത്. അതല്ലാതെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കമോ എന്തെങ്കിലും ഒരു നീക്കമോ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാധ്യമങ്ങൾ ഒരു വാർത്താസമ്മേളനത്തിൽ അതിനുശേഷം വാർത്താസമ്മേളനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് അത് ലോക് ഭവനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്, അവിടെ അങ്ങനെയൊരു വന്ദേ മാതരം മുഴുവനായി പാടിയപ്പോഴാണ് ഞങ്ങളത് കേട്ടത്. തമിഴ്നാട്ടിൽ മുൻപ് അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും അത് സംഭവിക്കാനുള്ള സാധ്യത വി ഡി സതീശൻ കാണാതിരിക്കില്ലല്ലോ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയിൽ വി ഡി സതീശൻ എന്ന പേര് നമുക്കറിയാലോ, അത് വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്നായി മാറുന്നത് വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അവിടെയും അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് പ്രകടമായി തന്നെ ബുദ്ധിപരമായി തന്നെ സതീശൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മൂന്നാമത് ഇപ്പോഴത്തെ രത്തൻ ഖേൽക്കറുടെ നിയമനം എന്ന് പറയുന്നത്. നാലാമത്തേത് ഇന്ന് നമ്മൾ ഗുരുവായൂരിൽ കണ്ട കാഴ്ച, ചന്ദനക്കുറിയിട്ട് താനൊരു യഥാർത്ഥ ഹിന്ദു ഭക്തനാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ക്ഷേത്ര ദർശനം അടക്കമുള്ള കാഴ്ചകൾ ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ വാരണാസിയിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാജു ബാബു എന്ന് പറയുന്ന അഭിഭാഷകന്റെ നിയമനമാണ്. ആ അഭിഭാഷകന്റെ നിയമനം നമ്മളൊക്കെ തന്നെ ഈ ചർച്ചകൾ പലപ്പോഴും ഈ വാർത്തകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അദ്ദേഹം ഗവർണറുടെ അഭിഭാഷകനായിരുന്നു. മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ കേസുകൾ വാദിച്ച അഭിഭാഷകൻ കൂടിയാണ് എന്നുകൂടി കേൾക്കുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെ വി ഡി സതീശൻ നൽകുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ മെസ്സേജ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് വരണം എന്ന് ഒരുപക്ഷെ വി ഡി സതീശൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇനി രണ്ടാമത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയമായി എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ ഒരു തീരുമാനം തെറ്റാകുന്നത് എന്നത് നമുക്കറിയാലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്നത് കോൺഗ്രസിന്റെ വലിയ രാഷ്ട്രീയ ആരോപണമാണ്. ആ രാഷ്ട്രീയ ആരോപണം കഴിഞ്ഞ എത്രയോ കാലമായി കോൺഗ്രസ് ഉന്നയിച്ചു വരുന്നതാണ്. അതിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നുണ്ട്, വോട്ട് ചോരി ക്യാമ്പയിൻ നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ അന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ഫലമല്ല ഹരിയാനയിൽ വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഹരിയാനയിൽ മാസങ്ങൾക്കപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരും എന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഫലം വന്നത്. അവിടെ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിലും സമാന സാഹചര്യമാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും അന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ മുന്നേറ്റമുണ്ടാക്കിയതാണ് BJPക്ക് ദേശീയ തലത്തിൽ കേവല ഭൂരിപക്ഷം തേക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. ഛത്തീസ്ഗഡിൽ ഭരണ തുടർച്ചയുണ്ടാകും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എക്സിറ്റ് പോളുകളും അങ്ങനെയാണ് പ്രവചിച്ചത്. പക്ഷേ ഛത്തീസ്ഗഡിൽ വന്ന ജനവിധി എന്തായിരുന്നു? അത് BJPക്ക് അനുകൂലമായിരുന്നു. അപ്പോഴാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചുകൊണ്ട്
അനുസരിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. അത് അമിത്ഷായുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്ന ജമ്മു കാശ്മീരിലെ 370 അനുച്ഛേദം റദ്ദാക്കാൻ അടക്കം എല്ലാ കരുക്കളും നീക്കിയ ഉദ്യോഗസ്ഥനായിരുന്ന ജ്ഞാനേഷ് കുമാർ അപ്രതീക്ഷിതമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മാറുന്നു. പെട്ടെന്ന് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ SIR പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് ബീഹാറിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെയാണ് ഈ SIR-ൽ 65 ലക്ഷം വോട്ടർമാരെയാണ് SIR-ലൂടെ ഒഴിവാക്കിയത്. അവിടെ വലിയ തിരിച്ചടിയാണ് RJD നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് നേരിടേണ്ടി വന്നത്. ഇനി സമാനമായ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ SIR-ന്റെ ഭാഗമായി കേരളത്തിലും പശ്ചിമ ബംഗാളിലും നടത്തിയിട്ടുള്ള നീക്കം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയമായി കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തമായി എതിർക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായ രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഒരു തീരുമാനവുമില്ലാതെ ഒരു ചർച്ചയുമില്ലാതെ പെട്ടെന്ന് വളരെ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക നടപടിയായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ബോധപൂർവമായ ഒരു തീരുമാനം തന്നെയാണ് എന്ന നിലയിലാണ് ഞാൻ വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. UDF കേരളത്തിൽ 100 സീറ്റുകൾ നേടും. രണ്ടാമത്തേത് 1 ഡസനിലധികം മന്ത്രിമാർ തോൽക്കും എന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ പിന്നിലാകും എന്ന് പറഞ്ഞിട്ടുള്ളത്. CPM കോട്ടകൾ തകരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ 4 സംഭവങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CPM-ന് തിരിച്ച് ആരോപിക്കാലോ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന ആക്ഷേപം. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ LDF സർക്കാരാണ് അധികാരത്തിൽ വന്നത് എന്ന് വിചാരിക്കുക, അധികാര തുടർച്ച കിട്ടി എന്ന് വിചാരിക്കുക. രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ LDF സർക്കാർ അവരുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതായിരിക്കുമോ കോൺഗ്രസിന്റെ നിലപാട് എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കലി ഒരു കറക്റ്റായ തീരുമാനമല്ല. ഇതൊരു ഔചിത്യമില്ലായ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു തീരുമാനമാണ്.